ഈ ഡോക്യുമെൻറ്റിലെ ഈ പാരഗ്രാഫിനെ മുഴുവൻ ഇതിൻ്റെ പാരഗ്രാഫ് എഡിറ്റ് ചെയ്യുവാൻ വേണ്ടി ആദ്യം പേജിലുള്ള കംപ്ലീറ്റ് ലൈനെയും നമുക്ക് സെലക്ട് ചെയ്യാം. ആദ്യം തന്നെ പറഞ്ഞിരുന്നു, നമുക്ക് ഈ രീതിയിൽ എല്ലാ ലൈനും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ എഡിറ്റ് എന്ന മെനുവിൽ നിന്നും സെലക്ട് ഓൾ, ഇതിൻ്റെ ഷോർട്ട് കട്ടായി കീബോർഡിൽ Ctrl+A എന്ന് പ്രസ് ചെയ്താൽ മതിയാവും. അങ്ങനെ സെലക്ട് ഓൾ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എല്ലാ ക്യാരക്ടേഴ്സിനെയും ഈ രീതിയിൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ഫോർമാറ്റിൽ നിന്നും പാരഗ്രാഫ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ ജനറൽ അലൈൻമെൻ്റ് ആണ് തന്നിരിക്കുന്നത്. ഇപ്പോൾ ജസ്റ്റിഫൈഡ് എന്ന ഓപ്ഷനിലാണ് കിടക്കുന്നത്. നമുക്കറിയാം, ജസ്റ്റിഫൈഡ് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒരേ രീതിയിൽ അലൈൻ ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ ഇൻറ്റൻഷൻ എന്ന ഓപ്ഷനിൽ ലെഫ്റ്റ് റൈറ്റ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണുവാൻ സാധിക്കും. ഇവിടെ വരുന്ന മാറ്റങ്ങൾ ഈ പ്രിവ്യൂവിൽ നമുക്കിവിടെ കാണാവുന്നതാണ്. ലെഫ്റ്റ് നമ്മളിവിടെ കൂട്ടുമ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന വാല്യൂ അനുസരിച്ച് ഇവിടെ ചേഞ്ച് ഉണ്ടായി. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ ഈ രീതിയിലേക്ക് മാറുന്നത് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഫസ്റ്റ് ലൈനിൽ മാത്രം ഈ ഓപ്ഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ രീതിയിൽ ഫസ്റ്റ് ലൈൻ എന്നിവിടെ സെലക്ട് ചെയ്താൽ മതിയാവും. അതുപോലെ തന്നെ ഇതിൻ്റെ ഫസ്റ്റ് ലൈനിലുള്ള ഇതിൻ്റെ വാല്യൂ ഈ രീതിയിൽ നമുക്ക് കൂട്ടുകയും അതുപോലെ തന്നെ കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. സ്പേസിംഗ് എന്ന ഓപ്ഷനിൽ നിന്നും നമുക്കാദ്യം ലൈൻ സ്പേസിംഗ് എന്ന ഓപ്ഷൻ എന്താണെന്ന് ശ്രദ്ധിക്കാം. ഇപ്പോൾ ഇവിടെ ലൈൻ സ്പേസിംഗ് സിംഗിൾ സ്പേസിംഗ് ആണ്. ഇത് നമുക്ക് 1.5 എന്ന രീതിയിലേക്ക് മാറ്റുമ്പോൾ ലൈനുകൾ തമ്മിലുള്ള സ്പേസിംഗ് കൂടുകയാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഡബിൾ എന്ന് ഈ രീതിയിൽ ഇരട്ടി അകലത്തിലേക്ക് ലൈനുകൾ തമ്മിലുള്ള അകലം കൂടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ അറ്റ്ലീസ്റ്റ് നമുക്ക് 12 PT എന്നുള്ളത് ഈ രീതിയിൽ നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് ഈ രീതിയിൽ ലൈനെ നമുക്ക് സ്പേസിംഗ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. ഇവിടെ 1.5 എന്ന് നമുക്ക് സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും, പാരഗ്രാഫിൻ്റെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ലൈൻ ഇവിടെ 0.5ലേക്ക് മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും കൊടുത്തിരിക്കുന്ന വാല്യൂ അനുസരിച്ച് അതിൻ്റെ ഇൻഡക്ഷൻ ചേഞ്ച് ചെയ്തിരിക്കുന്നത് മനസ്സിലാവും. ലൈനുകൾ തമ്മിലുള്ള അകലം 1.5 സ്പേസിങ്ങിലേക്ക് ഫോർമാറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ നമുക്കിവിടെ ഒരു പാരഗ്രാഫ് കഴിഞ്ഞ് അടുത്ത പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ആ സ്പേസിങ് ഇവിടെ ഓട്ടോ എന്ന ഓപ്ഷനിലാണ് കിടക്കുന്നത്. ഫോർമാറ്റിൽ നിന്നും പാരഗ്രാഫ് സ്പേസിംഗ് ബിഫോർ ആഫ്റ്റർ ഓട്ടോയിലാണ് ഇവിടെ. ഇതിനെ നമുക്ക് മാറ്റിക്കൊണ്ട് 0 PT എന്ന് എൻ്റർ ചെയ്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്യാം. ഇപ്പോൾ എല്ലാ ലൈനുകളും അതുപോലെ തന്നെ പാരഗ്രാഫ് തമ്മിലുള്ള സ്പേസിങ്ങും ഒരേ രീതിയിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് വീണ്ടും ഇതിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി കൂട്ടുകയും കുറയ്ക്കുകയും നമുക്ക് ഈ രീതിയിൽ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഡോക്യുമെൻറ്റിൽ ചില അവസരങ്ങളിൽ നമുക്കറിയാം, ചിലപ്പോൾ 50 പേജ് മാറ്റർ എൻ്റർ ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ എൻ്റർ ചെയ്തതിന് ശേഷം ഈ മാറ്ററിൽ നിന്നും ഒരു പ്രത്യേക വേർഡ് മാത്രം മാറ്റി നമുക്ക് പുതുതായി, അല്ലെങ്കിൽ നമുക്കിവിടെ ഒരു കമ്പനിയുടെ നെയിം, ഇപ്പോൾ മൈക്രോസോഫ്റ്റ് എന്ന് ഇവിടെ
എൻ്റർ ചെയ്തിരിക്കുന്ന പോലെ ഒരു നെയിമിനെ ആദ്യം എൻ്റർ ചെയ്തു പോയി. എന്നാൽ ഈ 50 പേജിൽ എവിടെയൊക്കെയോ മൈക്രോസോഫ്റ്റ് എന്ന ഈ കമ്പനി നെയിമിനെ വീണ്ടും നമുക്ക് മറ്റൊരു പുതിയതായി ഒരു നെയിം ചേർക്കണം അതിനു പകരം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ 50 പേജിൽ എവിടെയൊക്കെ ഈ മൈക്രോസോഫ്റ്റ് ഉണ്ട് എന്ന് റീഡ് ചെയ്ത് കണ്ടുപിടിച്ച് അതിനെ റീപ്ലേസ് ചെയ്യുന്നതിന് പകരം നമുക്കിവിടെ സെലക്ട് ചെയ്തതിന് ശേഷം എഡിറ്റ് എന്ന മെനുവിൽ നിന്നും ഫൈൻഡ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഫൈൻഡ് വാട്ട് എന്ന് ചോദിച്ചിട്ട് ഈ വിൻഡോയിൽ എന്താണ് ഫൈൻഡ് ചെയ്യേണ്ടത്? മൈക്രോസോഫ്റ്റ് എന്ന് ഫൈൻഡ് ചെയ്യണം. ഫൈൻഡ് നെക്സ്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ആദ്യമായി എവിടെയാണ് മൈക്രോസോഫ്റ്റ് എന്ന് ഇവിടെ കണ്ടുപിടിക്കാൻ സാധിച്ചു. ഇവിടെ നമുക്ക് മറ്റൊരു പേര് ഇവിടെ ചേർക്കണമെങ്കിൽ റീപ്ലേസ് എന്ന് കൊടുക്കാം. മൈക്രോസോഫ്റ്റ് എന്നതിന് പകരം നമുക്കിവിടെ വേഡ് എന്നാണ് ചേർക്കേണ്ടത്. റീപ്ലേസ് എന്ന് കൊടുത്തു. വീണ്ടും നമുക്ക് ഫൈൻഡ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിൽ നമുക്ക് ഫൈൻഡ് ചെയ്ത് റീപ്ലേസ് ഓൾ എന്ന് കൊടുത്താൽ സെലക്ട് ചെയ്ത ഡോക്യുമെന്റിൽ എവിടെയൊക്കെ മൈക്രോസോഫ്റ്റ് എന്ന വേഡ് ഉണ്ട് അവിടെയൊക്കെ റീപ്ലേസ് ഓൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്തുകൊള്ളും. ഈ രീതിയിൽ നമുക്ക് ഒരു അനേകം പേജുള്ള ഒരു മാറ്ററിൽ നിന്നും ഒരു പ്രത്യേക വേർഡിനെ മാത്രം ഫൈൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ ഫൈൻഡ് ചെയ്ത് വീണ്ടും റീപ്ലേസ് ചെയ്യുകയോ നമുക്ക് ഈ രീതിയിൽ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഡോക്യുമെന്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ മൈക്രോസോഫ്റ്റ് എന്ന് എഴുതിയിരിക്കുന്ന ആ വേർഡ് മാറി ഇവിടെ വേർഡ് എന്ന് റീപ്ലേസ് ചെയ്തിരിക്കുന്നതായി കാണുവാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ ഡോക്യുമെന്റിൽ ടൈപ്പ് ചെയ്തിരിക്കുന്ന ഈ ലൈൻ നമുക്കിവിടെ ഒരു ബുള്ളറ്റ് അല്ലെങ്കിൽ ഇവിടെ ഒരു അക്ഷരങ്ങളോ അക്കങ്ങളോ ചിഹ്നമോ നമുക്കിവിടെ ഒരു ബുള്ളറ്റായി അപ്ലൈ ചെയ്യുവാൻ വേണ്ടി സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ഷോർട്ട് കട്ടായി കൊടുത്തിട്ടുണ്ട്. നമ്പറിങ് ആണ് നമുക്കിവിടെ ആവശ്യമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഈ രീതിയിൽ നമ്പർ വരുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അല്ലെങ്കിൽ ബുള്ളറ്റ്സ് ആണെങ്കിൽ ഈ രീതിയിൽ ബുള്ളറ്റ് അപ്ലൈ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഫോർമാറ്റ് എന്ന മെനുവിൽ നിന്നും നമുക്ക് ബുള്ളറ്റ് ആൻഡ് നമ്പറിംഗ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് പല രീതിയിലുള്ള ബുള്ളറ്റ്സ് ഇവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്പറിങ് നമുക്ക് ന്യൂമറിക്കലായും അതുപോലെ തന്നെ ABC അങ്ങനെ പല രീതിയിലുള്ള നമ്പറുകൾ ഇവിടെ നിന്നും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഔട്ട്ലൈൻ മാർക്കർ അതുപോലെ തന്നെ ലിസ്റ്റ് സ്റ്റൈലിൽ നിന്നും പല രീതിയിലുള്ള ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സാധാരണ രീതിയിൽ ഒരു ബുള്ളറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു ബുള്ളറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും സെലക്ട് ചെയ്ത രീതിയിൽ ഇവിടെ ആ ബുള്ളറ്റ് ഈ ടെക്സ്റ്റിലേക്ക് അല്ലെങ്കിൽ ഓരോ ലൈനിലും അപ്ലൈ ആയിരിക്കുന്നത്. വീണ്ടും നമുക്കിവിടെ ഈ ബുള്ളറ്റ് ഓൺ ചെയ്തിരിക്കുന്നതിനാൽ വീണ്ടും എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ എത്ര പ്രാവശ്യം എൻ്റർ ഉപയോഗിച്ചാലും നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ ബുള്ളറ്റ് ഈ രീതിയിൽ ഡിഫോൾട്ടായി വരുന്നത് കാണുവാൻ സാധിക്കും. ഈ ഓപ്ഷൻ നമുക്ക് ഹൈഡ് ചെയ്യാൻ വേണ്ടി വീണ്ടും ഇവിടെ എൻ്റർ കീ പ്രസ് ചെയ്തതിന് ശേഷം ഹൈഡ് ചെയ്യുക. അതിനുശേഷം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബുള്ളറ്റ്സ് കീ റിമൂവ് ചെയ്തുകൊണ്ട് അടുത്ത ലൈൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഡോക്യുമെന്റിൽ ഇപ്പോൾ നമ്മുടെ ഓരോ പാരഗ്രാഫും ആദ്യത്തെ അക്ഷരം ചില മാഗസിനിലും ന്യൂസ് പേപ്പറിലും ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും പാരഗ്രാഫിൻ്റെ ആദ്യത്തെ അക്ഷരം മാത്രം 2-3 ലൈനിലേക്ക് വലുതായി വന്നിരിക്കുന്നത്.
അങ്ങനെ ഫോമാറ്റ് ചെയ്യുന്നതിന് ഡ്രോപ്പ് ക്യാപ്പ് എന്ന ഓപ്ഷനാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഏതൊക്കെ പാരഗ്രാഫിലേക്കാണ് വരേണ്ടത് ആ പാരഗ്രാഫ് സെലക്ട് ചെയ്തതിന് ശേഷം ഫോർമാറ്റിൽ നിന്നും ഡ്രോപ്പ് ക്യാപ്പ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. ഇപ്പോൾ ഇവിടെ നൺ എന്ന ഈ പൊസിഷൻ ചേഞ്ച് ചെയ്ത് ഡ്രോപ്പ്ഡ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് അതിൻ്റെ